വെൽക്കം ടു NRI World. സ്വദേശിവൽക്കരണം കടുപ്പിച്ച് UAE. സ്വദേശികൾക്ക് തൊഴിൽ നൽകിയ സ്വകാര്യ കമ്പനികളുടെ എണ്ണം 27,000-ആയി ഉയർന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടി. UAE-യിലെ സ്വകാര്യ കമ്പനികളിൽ സ്വദേശിവൽക്കരണ നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. 1.31 ലക്ഷം സ്വദേശികളാണ് രാജ്യത്തെ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നത്. 2023-ൽ 19,000 കമ്പനികളാണ് സ്വദേശികൾക്ക് ജോലി നൽകിയത്. അതേസമയം 2024-ൽ സ്വദേശിവൽക്കരണം നടപ്പാക്കിയ കമ്പനികളുടെ എണ്ണം 27,000-ആയി ഉയർന്നു. സ്വദേശികൾക്ക് തൊഴിൽ പരിശീലനവും നിയമനവും നൽകുന്ന സർക്കാർ സംവിധാനമായ നാഫീസ് വഴി 95,000 പേരെ വിവിധ തസ്തികകളിൽ നിയമിച്ചു. 2022-ലാണ് നാഫീസ് കൗൺസിൽ നിലവിൽ വന്നത്. ഇതിനു മുമ്പ് 36,970 സ്വദേശികൾ മാത്രമാണ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്തിരുന്നത്. സ്വദേശിവൽക്കരണം നടപ്പാക്കുന്ന കമ്പനികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും സർക്കാർ നൽകുന്നുണ്ട്. മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് UAE-യുടെ സ്വദേശവൽക്കരണ നടപടികൾ തിരിച്ചടിയായി മാറുകയാണ്. വിസ നടപടിക്രമങ്ങൾ ലളിതമാക്കിയിരിക്കുകയാണ് തായ്ലാന്റ്. രാജ്യത്ത് കൂടുതൽ വിദേശ നിക്ഷേപ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. രാജ്യത്ത് കൂടുതൽ വിദേശ നിക്ഷേപം സ്വീകരിക്കുക വഴി സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് തായ്ലൻഡിന്റെ നീക്കം. വിദഗ്ധരായ പ്രൊഫഷണലുകൾക്കും വിദേശികളായ സമ്പന്നർക്കും നിക്ഷേപകർക്കും തായ്ലൻഡിൽ ദീർഘകാല റെസിഡൻസി പെർമിറ്റുകൾ നേടുന്നതിന് ഇനി ലളിതമായ നടപടിക്രമങ്ങൾ മതിയാകും. സമ്പന്നരായ ആഗോള പൗരന്മാരുടെ വിഭാഗത്തിൽ വിസ തേടുന്നവർക്ക് മിനിമം വാർഷിക വരുമാനം എന്ന മാനദണ്ഡം ഇനി ഉണ്ടാകില്ല. തായ്ലൻഡിൽ നിന്ന് ജോലി ചെയ്യാൻ ജീവനക്കാരെ അനുവദിക്കുന്ന കമ്പനികളുടെ ഏറ്റവും കുറഞ്ഞ വരുമാന ആവശ്യകതയിലെ കുറവും മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു. ദീർഘകാല റെസിഡന്റ് വിസ ഹോൾഡർമാരുടെ ആശ്രിതരുടെ എണ്ണത്തിൽ ഒരു നിയന്ത്രണവും ഇനി നേരിടേണ്ടി വരില്ല. മാതാപിതാക്കൾക്കും മറ്റ് നിയമപരമായ ആശ്രിതർക്കും വിസ ഉടമകൾക്കൊപ്പം താമസിക്കാൻ കഴിയും. ദീർഘകാല റെസിഡന്റ് വിസ അപേക്ഷകർക്ക് 10 വർഷത്തെ റെസിഡൻസി, ഡിജിറ്റൽ വർക്ക് പെർമിറ്റ്, മറ്റ് ആനുകൂല്യങ്ങൾക്കൊപ്പം വ്യക്തിഗത ആദായ നികുതി ആനുകൂല്യങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. 2022-ലാണ് തായ്ലൻഡ് ദീർഘകാല റെസിഡന്റ് വിസ പദ്ധതി ആരംഭിച്ചത്. 6,000-ലധികം അപേക്ഷകർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി. അപേക്ഷകരുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് യൂറോപ്യന്മാരാണ്. തായ്ലൻഡിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരും ധാരാളമുണ്ട്. ഇവർക്ക് മികച്ച അവസരമാണ് കൈവരുന്നത്. കുടിയേറ്റക്കാർക്കായി സ്വീഡൻ പുതിയ പൗരത്വ നിയമങ്ങൾ അവതരിപ്പിക്കുന്നു. സ്വീഡിഷ് പൗരത്വം നേടുന്നതിന് ഇനി കർശന നിയമ നടപടികൾ നേരിടേണ്ടി വരും. സ്വീഡിഷ് പൗരത്വം നേടുന്നതിനുള്ള നിയമങ്ങൾ കർശനമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സ്വീഡൻ സർക്കാർ പറഞ്ഞു. പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് വിദേശികൾ സ്വീഡനിൽ താമസിക്കേണ്ട സമയം വർദ്ധിപ്പിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. പുതിയ ശുപാർശകൾ പ്രകാരം അപേക്ഷകർ 8 വർഷം സ്വീഡനിൽ താമസിക്കണം. നിലവിൽ 5 വർഷം താമസിക്കുന്നവർക്ക് പൗരത്വം ലഭിക്കും. സ്വീഡിഷ് സമൂഹം, മൂല്യങ്ങൾ, ഭാഷ എന്നിവയെക്കുറിച്ചുള്ള പരീക്ഷകളിൽ വിജയിക്കുകയും വേണം. 2023-ലെ മധ്യ വലത് സർക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ തീരുമാനം. സമീപ വർഷങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകളെ സ്വീഡൻ സ്വാഗതം ചെയ്തു. 2015-ലെ കുടിയേറ്റ തരംഗത്തിനിടെ സ്വീഡനിലേക്ക് വലിയൊരു അഭയാർത്ഥി പ്രവാഹത്തെ തുടർന്ന് മാറി മാറി വന്ന ഇടതു വലതു സർക്കാരുകൾ ഇമിഗ്രേഷൻ, അസൈലം നിയമങ്ങൾ കർശനമാക്കി. കുടിയേറ്റ വിരുദ്ധ സ്വീഡൻ ഡെമോക്രാറ്റുകളെ പാർലമെന്റിൽ പിന്തുണയ്ക്കുന്ന പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സന്റെ മധ്യ വലതു ന്യൂനപക്ഷ സർക്കാർ 2022-ൽ അധികാരത്തിൽ വന്നതിന് ശേഷം എക്കാലത്തെയും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമം 2016 ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷ. ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതിന് അടുത്തിടെ അവതരിപ്പിച്ച നടപടികളിൽ അഭയാർത്ഥികൾക്ക് താൽക്കാലിക താമസാനുമതി നൽകൽ, കുടുംബ പുനരേകീകരണ മാനദണ്ഡങ്ങൾ കർശനമാക്കൽ, തൊഴിൽ വിസ തേടുന്ന യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാർക്ക് വരുമാന ആവശ്യകതകൾ ഉയർത്തൽ എന്നിവ ഉൾപ്പെടുന്നു. ജപ്പാനിലേക്ക് വിദേശ സഞ്ചാരികളുടെ ഒഴുക്ക്. ജാപ്പനീസ് കറൻസിയായ യെൻ ദുർബലമായതിനാൽ ഇവിടേക്കുള്ള യാത്രാ ചെലവ് കുറഞ്ഞത് ടൂറിസം മേഖലയുടെ കുതിപ്പിന് കാരണമായി. കഴിഞ്ഞ വർഷം വിദേശ സഞ്ചാരികളുടെ എണ്ണം 47% ഉയർന്ന് 36.9 ദശലക്ഷമായെന്ന് ജപ്പാൻ നാഷണൽ ടൂറിസം ഓർഗനൈസേഷൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ദക്ഷിണ കൊറിയ, തായ്വാൻ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. 2019-ൽ 31.9 ദശലക്ഷം സന്ദർശകരായിരുന്നു ജപ്പാനിലെത്തിയത്. ലോകത്തിലെ ഏറ്റവും വികസിത സമ്പദ് വ്യവസ്ഥകളിലൊന്നായിട്ടും ജപ്പാനിൽ സന്ദർശന ചെലവ് വളരെ കുറവാണ്. ഇവിടത്തെ കറൻസിയായ യെൻ ദുർബലമായതിനാൽ ഗതാഗത മുതൽ ലക്ഷറി ഷോപ്പിംഗ് വരെ വിദേശ സന്ദർശകർക്ക് കൂടുതൽ താങ്ങാവുന്നതാക്കി. ദക്ഷിണ കൊറിയ, ചൈന, തായ്വാൻ, ഹോങ്കോങ് എന്നിവയ്ക്കിടയിലുള്ള പ്രാദേശിക റൂട്ടുകൾ വർദ്ധിച്ചതിന്റെ ഭാഗമായി ജപ്പാനിലേക്കുള്ള
രാജ്യങ്ങളിലേക്കുള്ള വിദേശ സന്ദർശകരുടെ എണ്ണം ഡിസംബറിൽ ഒരു മാസത്തെ റെക്കോർഡ് ഉയരത്തിലെത്തി. 2030 60 ദശലക്ഷം വിദേശ വിനോദസഞ്ചാരികൾ ജപ്പാനിലെത്തുമെന്നാണ് പ്രതീക്ഷ. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ഈജിപ്തിലേക്കല്ല, മൊറോക്കോയിലേക്കാണ്. 17.4 ദശലക്ഷം സഞ്ചാരികളാണ് നോർത്ത് ആഫ്രിക്കയിലെ ഈ പറുദീസയിലേക്ക് എത്തുന്നത്. വടക്ക് പടിഞ്ഞാറെ ആഫ്രിക്കയിൽ യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ് മൊറോക്കോ. ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയെ ലോകത്തിന് സമർപ്പിച്ച രാജ്യം. 2024 രാജ്യത്തിന് ആകെ 17.4 ദശലക്ഷം സന്ദർശകരെ ലഭിച്ചതായി മൊറോക്കൻ ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നു. ഈ കണക്കുകൾ പ്രകാരം ഈജിപ്തിലെത്തുന്നതിനേക്കാൾ സഞ്ചാരികൾ മൊറോക്കോയിലെത്തുന്നുണ്ട്. 2023 15.7 ദശലക്ഷം സന്ദർശകരെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വന്തം റെക്കോർഡ് തന്നെയാണ് മൊറോക്കോ തകർത്തിരിക്കുന്നത്. 2024 15.7 ദശലക്ഷം സന്ദർശകരെയാണ് മൊറോക്കോ സ്വീകരിച്ചത്. സ്വന്തം റെക്കോർഡ് തന്നെയാണ് ഇപ്പോൾ മൊറോക്കോ തിരുത്തിയിരിക്കുന്നത്. മൊറോക്കോയെ മികച്ച 15 ആഗോള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ് ഈ കണക്കുകൾ പ്രതിനിധീകരിക്കുന്നതെന്നാണ് മൊറോക്കൻ ടൂറിസം മന്ത്രി ഫാത്തിം സഹ്റ അമോർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓരോ ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും വരവ് കണക്കുകൾ ഒരു ഭരണസമിതിയും നിരീക്ഷിക്കുന്നില്ലെങ്കിലും സഞ്ചാരികളുടെ എണ്ണത്തിൽ വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങൾ സബ് സഹാറൻ രാജ്യങ്ങളെ മറികടക്കുന്നുവെന്നാണ് UN ടൂറിസം അടക്കമുള്ള ആഗോള ഏജൻസികൾ സ്ഥിരീകരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. കുവൈറ്റിൽ മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തുന്നു. ഇതിലൂടെ ലഭിക്കുന്ന തുക അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിക്ഷേപിക്കും. സൗദിയിൽ പ്രവാസികൾക്ക് ഫൈനൽ എക്സിറ്റ് ലഭിക്കാൻ ഇഖാമയിൽ 30 ദിവസത്തെ കാലാവധി നിർബന്ധം. ഫൈനൽ എക്സിറ്റിൽ വിസയിൽ രേഖപ്പെടുത്തിയ കാലാവധിക്കുള്ളിൽ സൗദിയിൽ നിന്ന് പുറത്തു പോകണമെന്നും ഉത്തരവ്. ഗൂഗിൾ പേ ഇനി സൗദി അറേബ്യയിലും. ദേശീയ പേയ്മെന്റ് സംവിധാനമായ മദ വഴിയാണ് സൗദിയിൽ ഗൂഗിൾ പേ സേവനം ലഭ്യമാക്കുക. ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ബാഗേജ് അലവൻസ് വർദ്ധിപ്പിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇനി 30 കിലോ ബാഗേജ് കൊണ്ടുപോകാം. കുവൈറ്റിൽ ബയോമെട്രിക് വിരലടയാള പ്രക്രിയ കേന്ദ്രങ്ങൾ ഈ മാസം 31 വരെ പ്രവർത്തിക്കും. കാലാവധി കഴിഞ്ഞും ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവരുടെ സർക്കാർ ബാങ്ക് സേവനങ്ങൾ തടസ്സപ്പെടും. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. നാല് കോടിയിലധികം പൂക്കളെത്തുന്ന ഒരു നഗരം. ഡെസ്റ്റിനേഷനിൽ പരിചയപ്പെടാം ലോക പുഷ്പ തലസ്ഥാനം. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. വിചിത്രമായ ഒരു ഡിഷിനെ പരിചയപ്പെടാം. വില 4.5 ലക്ഷം രൂപയാണ്. ഉമിനീരിൽ നിന്നാണ് ഈ വിഭവം ഉണ്ടാക്കുന്നത്.